ഇറാനിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വൻ സ്ഫോടനമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാനിയൻ പ്രസിഡന്റിന്റെ വസതിയും ഇന്റലിജൻസ് ആസ്ഥാനവും ഉൾപ്പെടെ 30-ലധികം സ്ഥലങ്ങൾ ഇസ്രായേൽ ആക്രമണം ലക്ഷ്യമിട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം. മറുപടിയായി ഇറാൻ മിസൈൽ ആക്രമണം നടത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിൽ എമ്പാടും സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മുൻകരുതൽ നടപടിയായി ഹോം ഫ്രണ്ട് കമാൻഡ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസമ്മേളനങ്ങൾ, തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ യാത്രകൾ ഒഴിവാക്കണമെന്നും ബങ്കറുകൾക്ക് സമീപം തുടരണമെന്നും സൈന്യം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആണവ ചർച്ചകളെ ചൊല്ലി സംഘർഷം രൂക്ഷമായിരിക്കെ US സഹായത്തോടെയാണ് ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനത്ത് ആക്രമണം അഴിച്ചുവിട്ടത്. ഇറാനിലെ നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് ഉത്തരവാദികൾ അവിടുത്തെ ഭരണകൂടമാണെന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾ ഇറാനിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയ കീവ് അവിടെ ഭരണമാറ്റം വേണമെന്ന ആവശ്യം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഇറാന് സമീപം അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ജനീവയിലെ ആണവ ചർച്ചകളിൽ തീരുമാനമൊന്നും ഉണ്ടാകാതിരുന്നതിനാൽ US പ്രസിഡന്റ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇറാന്റെ കാര്യത്തിൽ താൻ സന്തുഷ്ടനല്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ടെഹ്റാനിലെ ജോം ഹൗറി പ്രദേശത്തും യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും നിരവധി മിസൈലുകൾ പതിച്ചതായി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലാകെ യുദ്ധഭീതി തുടരുന്ന സാഹചര്യമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തോടെ ഉണ്ടായിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള ഭീഷണി ഒഴിവാക്കാനും ഇസ്രായേലിന്റെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. ടെഹ്റാന്റെ കിഴക്കൻ മേഖലകളിലും പടിഞ്ഞാറൻ മേഖലകളിലും ഇന്റർനെറ്റ് സേവനങ്ങളും തടസ്സപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ എംബസികളിലെയും കോൺസുലേറ്റിലെയും ജീവനക്കാരോട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ US ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹ്റൈൻ ജുഫൈർ ഭാഗത്താണ് US മിലിറ്ററി ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. UAE വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചിട്ടിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകും. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരണം. വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് UAE ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ പൗരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര സർക്കാരും നൽകിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. മലയാളികൾക്ക് വേണ്ടി നോർക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി, കരിപ്പൂർ, ഡൽഹി വിമാനത്താവളങ്ങളിൽ നിന്ന് എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനാലാണ് തീരുമാനം എടുത്തതെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇറാൻ വ്യോമപാതയിലൂടെയുള്ള യാത്ര അപകടമായതിനാലാണ് വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. ഇറാനിലെയും ഇസ്രായേലിലുമുള്ള ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ വഴി ടെൽ അവീവിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാം. ഇറാന് നേരെ ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണമാണ് ഇന്ന് നടന്നത്. തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇറാൻ മിസൈൽ തൊടുത്തത്. രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയുള്ളതിനാലാണ് ആക്രമണമെന്നും ഇറാനിലെ ജനങ്ങൾക്കെതിരെയല്ല ആക്രമണമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഇറാന്റെ ആണവശേഖരം ലോകത്തിന് ഭീഷണിയാണ്. ഭരണമാറ്റമാണ് ലക്ഷ്യമിടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനിലെ മിനാബിലുള്ള സ്കൂളിന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത മിസൈൽ ആക്രമണത്തിൽ 56 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതായും വിവരമുണ്ട്. UAE അധികൃതർ രാജ്യത്തുടനീളം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിലച്ച അവസ്ഥയിലാണിപ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.